വീട് അല്ലെങ്കിൽ കുടുംബം എന്തോ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്നറിയുന്നത്. 3ാം ക്ലാസ്സിലെ സോഷ്യൽ, അന്ന് പ്രത്യേകിച്ച് പുസ്തകമൊന്നും ഇല്ലെങ്കിലും സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലാണ് കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ്, യൂണിറ്റ് ആണ് എന്ന് അധ്യാപിക പറയുന്നത്. അപ്പോൾ മുതലാണ് ഇത് ഞാന് എന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്ന് പറയുന്ന ഒരു പുര എന്നുള്ളതിലപ്പുറം അത് വേറെ എന്തോ കൂടിയാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത്. പിന്നീട് കാലങ്ങൾ ഇത്രയും കഴിയുമ്പോഴും കുടുംബം എന്താണ് എന്ന് വീണ്ടും വീണ്ടും ആലോചിച്ച് കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനൊരു പ്രത്യേക ഒരു ഡെഫിനിഷനിലേക്ക്, ഒരു തീർപ്പിലേക്ക് എത്താൻ എനിക്ക് ഇതുവരെ കഴിയുന്നില്ല. പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലെ കുടുംബങ്ങൾ എന്തൊക്കെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരേ സമയം കോട്ടയത്ത് ഏറ്റുമാനൂര് LLM കാരിയായ അഡ്വക്കേറ്റ് ജിസമോൾ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് വീടിന് തൊട്ടടുത്തുള്ള ആദ്യം ചാടി മരിക്കുന്നു. അതേ അവസരത്തിൽ തന്നെ കരുനാഗപ്പള്ളിയിൽ താര എന്ന യുവതി അവരുടെ 2 പെൺമക്കളെയും മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് അത് വെളിയതായിട്ട് ഒരേ സമയം. അതിന് തൊട്ട ദിവസം ഇവിടെ അടുത്ത് കൊട്ടാരക്കരയിൽ ഒരു യുവതി അതിന്റെ മക്കളെ മുറിയുടെ പുറത്താക്കി മുറി കൂട്ടി ഫാനിൽ തൂങ്ങി മരിക്കും. ഏതാണ്ട് ഒരു മാസം മുമ്പ് ഏറ്റുമാനൂർ തന്നെ ഓർക്കുമ്പം സഹിക്കാൻ പറ്റത്തില്ല, ഷൈനി 2 പെൺമക്കളെയും കൊണ്ട് അതിദാരുണമായി സ്വന്തം ജീവിതത്തെ, സ്വന്തം കുടുംബത്തെ ട്രെയിനിന് മുമ്പിലേക്ക് എറിഞ്ഞ് തകർത്ത് കളയാണ്. അതിന് മുമ്പുള്ള സംഭവമാണ്. ഞാൻ മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന യുവാവ് നമ്മുടെ അടുത്തുണ്ട്. ഞാനൊന്നും ഓർപ്പിക്കുന്നില്ല. കുടുംബം എന്താണ് എന്ന് വേറെ തരത്തിൽ ആലോചിച്ചു. ഈ കുടുംബം യഥാർത്ഥത്തിൽ വേണം. കുടുംബം സമൂഹത്തിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ ഘടകമാണ്, സാമൂഹിക ഘടകമാണ്, സാംസ്കാരിക ഘടകമാണ് എന്നൊക്കെ കൂടിയാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായ ദിവസം മുതൽ അത് ജനാധിപത്യ രാഷ്ട്രം